എൻ്റെ പേര് സോമിനി. ഞാനിവിടെ തേഞ്ഞിപ്പലം ഇടവകയാണ്. എനിക്കൊരു 4 വർഷത്തോളമായിട്ട് നീർക്കെട്ട് മൂലമുള്ള നടുവേദന, സ്ഥിരം നടുവേദനയായിരുന്നു. ശരിക്ക് അടുക്കളയിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു സാധനം നിലത്ത് വീണ, അടുക്കളയിൽ നിന്ന് പണിയെടുക്കുമ്പോൾ ഒരു സ്പൂണ് നിലത്ത് വീണാൽ പോലും ഞാനത് കുനിഞ്ഞെടുക്കില്ല. കാരണം കുനിഞ്ഞാൽ എനിക്ക് അപ്പം നടുവെട്ടും, വീണ്ടും ഞാനവിടെ കിടപ്പാവും. ഈ നടുവേദന വന്നു കഴിഞ്ഞാൽ വെച്ചാൽ പിന്നെ ഒരാഴ്ചയോളം ഞാൻ കിടന്ന കിടപ്പായി പോവും. എനിക്കൊന്ന് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും കൂടി എന്നെ എടുത്തുകൊണ്ട് പോകേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരാഴ്ചയെങ്കിലും ഞാൻ കിടപ്പായി പോവും. വീണ്ടും പിന്നെ ഒന്ന് മെല്ലെ എഴുന്നേറ്റ് നടക്കും. എപ്പോഴെങ്കിലും അറിയാതെ ഒന്ന് കുനിഞ്ഞാൽ പോലും കൂടെ വീണ്ടും ഇതേ അസുഖം വരും. അങ്ങനെ ഞങ്ങൾ സ്ഥിരമായിട്ട് അത്ഭുത ജപമാല കണ്ടുകൊണ്ടിരുന്നത്, വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് അത്ഭുത ജപമാല കാണുന്ന ആളായിരുന്നു. അപ്പോൾ അതിലൊരു അത്ഭുത ജപമാല അച്ഛൻ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ നീർക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് സൗഖ്യം നൽകുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടേ ഇല്ല. നല്ലൊരു കൈയടി കൊടുത്ത് എന്തൊരു വലിയ സൗഖ്യമല്ലേ. അതോട് ഈ നീർക്കെട്ട് വരുന്ന ആളുകളുണ്ട് ഈ കൂട്ടത്തിൽ. അങ്ങനെ വന്നവർക്ക് അറിയാം അതിൻ്റെ വേദന കേട്ടോ. അസഹ്യമായ വേദനയാണ് കേട്ടോ, സഹിക്കാൻ പറ്റാത്ത വേദനയാണ് നീർക്കെട്ട് മൂലമുള്ള വേദന കേട്ടോ. അതോടൊപ്പം ഞാൻ സ്കൂട്ടർ ഓടിക്കുന്ന ആളാണ്. ഒരു 1/2 മണിക്കൂർ മാക്സിമം സ്കൂട്ടർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ കിടക്കും. കാരണം നടുവേദനയാണ്. പിറ്റേ ദിവസം എനിക്ക് മരുന്നില്ലാതെ മുന്നോട്ട് പോയില്ല. ഇപ്പം ഞാൻ ഇന്നലെ പോലും കൂടെ ഒരു 4 മണിക്കൂർ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്തിട്ട് പോയി തിരിച്ചു വന്ന ആളാണ്. ഒരു കുഴപ്പമില്ല, നല്ല പയറുമണി മാതിരി ഇന്നിപ്പോൾ ഓടി വന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. പിന്നെ വീട്ടിൽ കിണറിൽ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല. ഏപ്രിൽ മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ കിണറിന് മുമ്പിൽ പോയി ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കും. കാരണം 1 മിനിറ്റ് അല്ലെ 2 മിനിറ്റ് അത്ര സമയം എനിക്ക് മോട്ടറിൽ വെള്ളം കയറ്റാൻ പറ്റുള്ളൂ. അപ്പോഴത്തേനും വെള്ളം വറ്റി തീരും. ഓരോ ദിവസവും 1 മിനിറ്റ് 2 മിനിറ്റ് വെച്ചിട്ട് വയ്ക്കും. പിന്നെ വെള്ളം വാങ്ങി ഉപയോഗിച്ചിട്ടിരുന്നു. ഇങ്ങനെയൊക്കെ തന്നിരുന്നു ഞങ്ങൾ. ഇപ്പം വെഞ്ചരിച്ചാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അതുപോലെ നമ്മൾ വീട് വെഞ്ചരിക്കുന്ന സമയത്ത് അത്ഭുതജപമാല സംബന്ധിച്ച സമയത്ത് വെഞ്ചരിക്കുമല്ലോ, ആ സമയത്ത് ഞാൻ വെള്ളം ഉപയോഗിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചു. ഈ പ്രാവശ്യം ഏപ്രിൽ അവസാനവും ആയപ്പോഴും എൻ്റെ കിണറ്റിൽ 4 കോല് വെള്ളം. നല്ലൊരു കൈയോടി കൊടുത്ത എന്തൊരു വലിയ അത്ഭുതമല്ലേ. അപ്പോൾ അതൊരു പേടിയാണെന്ന് മനസ്സിലായില്ലേ. ആ കിണറ്റിലൊരു പേടി ഉണ്ടായിരുന്നു കണ്ടോ. ഈ ചേച്ചി ഇത് കണ്ടോ, ഈ ചേച്ചി എന്താ ചെയ്തത്, എല്ലാ ദിവസവും ബന്ധന പ്രാർത്ഥന ചൊല്ലി ഹന്നാവളം തെളിച്ച് കുന്തിരിക്കാൻ പോയിക്കാറുണ്ടോ? കുന്തിരിക്കാൻ പോയിക്കും കണ്ടോ. അത് ഇതിനോട് ചേർത്ത് ചെയ്യാമെന്നറിയോ, അതൊന്ന് പറഞ്ഞോ. അത്ഭുതജപമാല കാണല്ലോ. അത്ഭുതജപമാലയിൽ അച്ഛൻ ഇങ്ങനെ പല പ്രാവശ്യം ഒരു 3-4 പ്രാവശ്യം ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് ചേർത്ത് ഈ ചേച്ചി ആ ബന്ധന പ്രാർത്ഥന അച്ഛൻ ചൊല്ലി കഴിയുമ്പോൾ ഈ ചേച്ചി തന്നെ ഹന്നാവളം തെളിച്ച് കുന്തിരിക്കും പോയിക്കും. ആ കിണറ്റിലേക്കും തിരിച്ച് തെളിക്കും. അച്ഛൻ പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഈ ഫോണും പിടിച്ചോണ്ട് നടക്കും അല്ലേ. എനിക്ക് എവിടേക്ക് ചെല്ലണം അവിടേക്ക് വരും. അതുപോലെ പാമ്പിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു നമ്മുടെ ചുറ്റുപാടും. ഞാൻ അവിടെ ചെന്നപ്പോൾ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം അതിരിൽ കൂടെ പിന്നെ പാമ്പ് വരാൻ തുടങ്ങി. അപ്പം ഞാൻ അതിര് കടത്തിയിട്ടും ഉപ്പിടാൻ തുടങ്ങി. കാരണം വെച്ചാൽ എൻ്റെ വീടിന് ചുറ്റും ഒരു 4 സെൻറ്റേ ഉള്ളൂ എങ്കിലും അപ്പുറത്തെ പറമ്പിലേക്ക് കൂടെ ഞാൻ ഉപ്പിടാം. ഇപ്പം ആ ഒരു സാധനത്തിനെ അവിടെ കാണാനില്ല കണ്ടോ. പ്രൈസ് ദി ലോർഡ്. വലിയ സാക്ഷിയാണ് കേട്ടോ. കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം.